ഹലോ, വെൽക്കം ബാക്ക്. കുറേ പേര് ചോദിക്കുന്നുണ്ട് നെഗറ്റീവ് തിങ്കിങ് എങ്ങനെ ഒഴിവാക്കുന്നുള്ളത്. എല്ലാവർക്കും അറിയാൻ വരുന്ന ചിന്തകളെല്ലാം, തോട്ട്സ് എല്ലാം നെഗറ്റീവ് ആണെന്ന് അറിയാം. നമുക്ക് ഒരു ദിവസം 80,000 തോട്ട്സ് വരെ ഉണ്ടാവുന്നുണ്ട്. 70,000 to 80,000 തോട്ട്സ് വരെ ഉണ്ടാവുന്നുണ്ട്. അതിൽ 95% പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കുമോ? ഒബ്വിയസ്ലി നമുക്ക് നെഗറ്റീവ് തോട്ട്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ 70,000 തോട്ട്സ് 80,000 തോട്ട്സ് ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ 90% തോട്ട്സും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തോട്ട്സ് ആണ്. ഇന്നലെ ചിന്തിച്ചത് തന്നെയാണ് ഇന്നും ആ ടൈമിൽ തന്നെ ചിന്തിക്കുന്നുണ്ടാവുക. നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് തോട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സിന്റെ ഈ ഡിസ്റ്റർബൻസ് കാരണം വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഉറക്കമില്ലാത്ത ആളുകളുണ്ട്. കുറേ പേര് നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും നമ്മൾ മൈൻഡ് റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഇത് ഓവർകം ചെയ്യാനുള്ള ഒരു 5 ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാൽ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ നമ്മളുടെ തോട്ട്സ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവില്ല, ശരിയല്ലേ? അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തകൾ വരുന്നു. പക്ഷെ ഏത് തരം തോട്ട്സ് ആണ്, എന്ത് ഇമോഷൻ തരുന്ന തോട്ട്സ് ആണ് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവില്ല. തോട്ട് എന്ന് പറയുന്നത് എനർജിയാണ്. ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്? എനർജി ഇൻ മോഷൻ. മൂവ് ചെയ്യുന്ന എനർജിയാണ് ഇമോഷൻ. ഇമോഷൻ ബോഡിയിലാണ് ഉണ്ടാവുക, അല്ലെ? തോട്ട്സ് മൈൻഡിൽ വരുന്നു. അപ്പോൾ ഓരോ തോട്ടാണ് ഓരോ ഇമോഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ വാച്ച് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ ഇതുവരെ എങ്ങനെയുള്ള തോട്ട്സ് ആണ് വരുന്നത് ഒബ്സർവ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾ എങ്ങനെയാണ് വാച്ച് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളെ തോട്ട്സ് വാച്ച് ചെയ്യാൻ, കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് അങ്ങനെയുള്ള തോട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ എത്ര തോട്ട്സ് അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക, കൗണ്ട് ചെയ്യുക. ഓക്കെ, എത്രത്തോളം അങ്ങനെയുള്ള ചിന്തകൾ എനിക്കൊരു ദിവസം വരുന്നുണ്ട് അത് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടാവും. അപ്പോൾ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഐ കാൺ ഡു ദിസ് എന്നാണ് നിങ്ങളെ തോട്ടെങ്കിൽ ഐ ആം ലേണിംഗ് സംതിങ് ന്യൂ. എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മൈൻഡിനെ ഓർമ്മിപ്പിക്കുക. മൈൻഡിന് നമ്മൾ ചെറിയ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കണം. നിങ്ങളിപ്പോൾ നിങ്ങളെ ബേബിയെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളെ ഇന്നർ ചൈൽഡ്, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അതുപോലെയാണ്. നമ്മൾ റീസണും കൂടെ പറഞ്ഞിട്ട് വൈ എന്നുള്ളത് ആൻസർ നമ്മൾ അവിടെ കവർ ചെയ്യണം. നമ്മൾ ഐ കാൺ ഡു ദിസ് എന്നാണ് നമ്മൾ തോട്ടെങ്കിൽ ഐ ആം ലേണിംഗ് ന്യൂ തിങ്സ്. ഓക്കെ, അതിങ്ങനെ നമ്മൾ റീഫ്രെയിം ചെയ്ത് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡയറക്റ്റ് ഉള്ള നെഗറ്റീവ് തിങ്കിങ് കുറഞ്ഞിട്ട് ഓക്കെ ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ചെയ്താൽ നാളെ, ഇപ്പൊ ഇന്ന് എനിക്ക് വളരെ ബാഡ് ഡേ ആയിരുന്നു, മോശം ദിവസമായിരുന്നു, ഇന്നിങ്ങനെ മോശം ദിവസമായതിന് കുഴപ്പമില്ല, നാളെ നല്ല ദിവസമായിരിക്കും. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇന്നർ കോൺവെർസേഷൻ ചെയ്യണം. ഒരാളോട് സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ കോൺവെർസേഷൻ, ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, തേർഡ് തിങ് എന്ന് പറയുന്നത് ഫ്ലിപ്പ് തോട്ടാണ്. ഫ്ലിപ്പ് ദ തോട്ടാണ്. ഫ്ലിപ്പ് ദ തോട്ട്സ് തന്നെയാണ് റീഫ്രെയിം എന്ന് പറയുന്നത്, ഏറെക്കുറെ സെയിം തന്നെയാണ്. പിന്നെ ടാഗ് ദ തോട്ട്സ്, അത് മൂന്നാമത്തേത് നിങ്ങൾക്ക് ടാഗ് ചെയ്യാവുന്നതാണ്. ആദ്യത്തേത് ഒബ്സർവ് ചെയ്യുക, രണ്ടാമത്തേത് റീഫ്രെയിം ചെയ്യുക അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്യുക, മൂന്നാമത്തേത് എന്ന് പറയുന്നത് ടാഗ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പല രീതിയിലുള്ള തോട്ട്സ് വരുന്നുണ്ട്, അല്ലെ? ഇപ്പോൾ നിങ്ങളെ കൂടെ തന്നെ പഠിച്ച ഒരാള് പെട്ടെന്ന് നല്ലൊരു ജോബിലേക്ക് എത്തുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലോട്ട് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ നിങ്ങൾ അവരെക്കാൾ നല്ല മാർക്സ് ഒക്കെ വാങ്ങിച്ച ആളായിരുന്നു കോളേജ് ടൈമിൽ, സ്കൂൾ ടൈമിൽ. അപ്പൊ നമുക്ക് എന്ത് വരും? ഓ, എനിക്ക് കിട്ടിയില്ലല്ലോ, അവന് കിട്ടിയല്ലോ. നമുക്കൊരു ജെലസി ഫീലിംഗ്, ജെലസി തോട്ട് വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള തോട്ട്സിനെ ജെലസി തോട്ട് എന്ന് ടാഗ് ചെയ്യുക. ഇനി ഫ്യൂച്ചർ എന്തായിരിക്കും, ഫ്യൂച്ചറിൽ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, ഞാൻ ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലായിരിക്കുമോ, എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ആങ്ഷ്യസ് തോട്ട്സ്, ഇത് ആങ്ഷ്യസ് തോട്ട് എന്നുള്ളത് ടാഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തോട്ട് വരുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യുക, ഓക്കെ ഇത് ആങ്ഷ്യസ് തോട്ടാണ്, ഇത് ജെലസി തോട്ടാണ്, അല്ല ഇതൊരു ഫിയർഫുൾ തോട്ടാണ്. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ തോട്ട്സിനെ ടാഗ് ചെയ്യാൻ തുടങ്ങുക. ആദ്യത്തേത് ഒബ്സർവ് ചെയ്യുക, രണ്ടാമത്തേത് ഫ്ലിപ്പ് ചെയ്യുക, റീഫ്രെയിം ചെയ്യുക, മൂന്നാമത്തേത് ടാഗ് ചെയ്യുക, ടാഗ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്.
നാലാമത്തേത് റൈറ്റ് ഇറ്റ് ഔട്ട്. അതായത് നിങ്ങൾക്ക് വരുന്ന ചിന്തകൾ എഴുതുക. അത് എഡിറ്റ് ചെയ്യാനോ മാറ്റി എഴുതാനോ പാടില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് റിയൽ ആയിട്ട് വരുന്ന തോട്ട്സ് നിങ്ങൾ എഴുതുക. എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. അത് നിങ്ങൾക്ക് കീറിക്കളയാം, അല്ലാന്നുണ്ടെങ്കിൽ ബേൺ ചെയ്ത് കളയാം. ബേൺ ചെയ്ത് കളയുമ്പോഴത്തേക്ക് തന്നെ മനസ്സിന്നത് റിലീസ് ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഒരു വെയിറ്റ് ഇറക്കി വെച്ച ഒരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടുക അത് ബേൺ ചെയ്ത് കളയുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ അത് റിയൽ ആയിട്ട് തന്നെ എഴുതണം. എഡിറ്റ് ചെയ്ത് എഴുതരുത്. എന്താണ് നിങ്ങൾക്ക് റിയൽ ആയിട്ട് തോന്നുന്നത് അത് കറക്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുക. അല്ല ഓരോ തോട്ടായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് യൂസ് പോസിറ്റീവ് അഫർമേഷൻസ് ഡെയിലി. നമുക്ക് ഈ വരുന്ന നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് അഫർമേഷൻ ആണ്. നമുക്ക് റിപ്പീറ്റേഷൻ ആണല്ലേ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ തോട്ടും നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ച അഫർമേഷൻസ് ആണ്, നമ്മുടെ അഫർമേഷൻസ് ആണ് അത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ലൈഫിൽ അട്രാക്റ്റ് ആയി വരുന്നത്. അപ്പൊ ഇപ്പൊ വരുന്ന ഈ തോട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്ത് പുതിയ തോട്ട് പാറ്റേണിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങളുടെ മൈൻഡിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അത് നിങ്ങൾക്ക് വേണ്ടുന്ന അഫർമേഷൻസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ എം ഇൻ കൺട്രോൾ ഓഫ് മൈ തോട്ട്സ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അഫർമേഷൻ പറയാം. ഓക്കെ, ഐ ചൂസ് തോട്ട്സ് ദാറ്റ് അപ്ലിഫ്റ്റ് മീ. എന്നെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ചിന്തകൾ മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ പറയാം നിങ്ങൾക്ക്. I am not my thoughts. I am the awareness behind them. ഈ ഒരു തോട്ട്സ് അല്ല നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു തോട്ട്സ് അല്ല ഞാൻ, ഇതല്ല എൻ്റെ ലൈഫ്. ഓരോ തോട്ടും എന്നിലൂടെ പോവുകയാണ്. ആ തോട്ടിൽ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഒരു ഇമോഷനും ഒരു തോട്ടും വന്നു കഴിഞ്ഞ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അതിൽ നിന്ന് മൂവ് ചെയ്യാൻ നോക്കുക. മൂവ് ഓൺ ചെയ്യാൻ നോക്കുക, ഓവർകം ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആവാം, എൻഗേജ്ഡ് ആവാം. പാറ്റേൺ ഇൻട്രപ്ഷൻ എന്ന് പറയും. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒരേ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വീട് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് പോകാം, ഷോപ്പിങ്ങിന് പോകാം, ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കുക. അങ്ങനെ പാറ്റേൺ ഇൻട്രപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തേത് ഒബ്സർവ് ചെയ്യുക, രണ്ടാമത്തേത് റീഫ്രെയിം ചെയ്യുക, മൂന്നാമത്തേത് ടാഗ് ചെയ്യുക, നാലാമത്തേത് പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന അഫർമേഷൻസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് അഞ്ചാമത്തേത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നിങ്ങൾക്ക് ചുറ്റും പോസിറ്റിവിറ്റി നിറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, പോസിറ്റീവായിട്ടുള്ള ആളുകളോട് കൂടുതൽ സംസാരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ, അങ്ങനെ നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ചുറ്റും ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ഒക്കെ വെക്കുക, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുക. വീടൊക്കെ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കുക. നമ്മളെ സറൗണ്ടിങ്സ് എപ്പോഴും ഹൈജീനിക് ആക്കി വെക്കുക. നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മളെ കണ്ണ് എത്തുന്നിടത്തൊക്കെ നമ്മൾ മനസ്സ് പീസ് ആക്കുന്ന രീതിയിൽ. ഇപ്പം നിങ്ങൾ ക്യാൻഡിൽ കത്തിച്ച് വെക്കാം, ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇൻസെൻസ് സ്റ്റിക്സ് യൂസ് ചെയ്യാം, ചന്ദനത്തിരി കത്തിച്ച് വെക്കാം വീട്ടിൽ. അപ്പം നല്ല സ്മെല്ല്. അതുപോലെ നമ്മളെ കാതിന് നമുക്ക് 5 സെൻസസ് ആണല്ലേ ഉള്ളത്. 5 സെൻസസും ആക്റ്റീവ് ആക്കുന്ന രീതിയിൽ നല്ല സ്മെല്ല് കൊടുക്കാം. നമ്മൾ കാണുന്ന സ്ഥലമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം. അതുകൂടാതെ പ്ലാന്റ്സ് ഒക്കെ വെക്കുക, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുക. നല്ല ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ നിങ്ങൾക്ക് വെക്കാം. നല്ല സൂതനിങ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പകുതി നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒക്കെ മാറും. നമ്മളെ പുറത്ത് എങ്ങനെയാണോ അതായിരിക്കും നമ്മളെ മൈൻഡിൻ്റെ അവസ്ഥ. നമ്മളെ വീട്ടിൽ എല്ലാം വലിച്ചു വാരിയിട്ട് മെസ്ഡപ്പ് ആണെങ്കിൽ നമ്മളെ മൈൻഡും ആ രീതിയിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഓവർ തിങ്കിങ് നന്നായിട്ട് മാറും. പിന്നെ അത് കൂടാതെ നമ്മളെ പാസ്റ്റിലുള്ള ട്രോമ ഹീൽ ചെയ്യണം. അപ്പോൾ അത് ഒരു മെൻറ്ററിൻ്റെ സഹായത്തോടെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, റിസൾട്ട് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടത് ഇതാണ്: ഐ ചൂസ് പീസ്. ഐ ചൂസ് പീസ് എന്ന് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുകയാണ്, എനിക്ക് ഇന്നർ പീസ് ഉണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ തോട്ടും ഓരോ വേർഡ്സും എനർജിയാണ്, ഫ്രീക്വൻസിയാണ്. അത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.